പനിയൊക്കെ പിടിച്ചിങ്ങനെ മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മളെ വിജയ് 2 പുതിയ വാഹനങ്ങൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതും റെഡ് കളറിൽ നിൽക്കുന്ന 2 ഹാച്ച് ബാക്ക് വാഹനങ്ങൾ. അപ്പോൾ എന്തായാലും പരിചയപ്പെടുത്തണം. പനിയൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം വീഡിയോയിൽ വാഹനങ്ങൾ പരിചയപ്പെടുത്തണം. അപ്പോൾ 2 പുതിയ മോഡൽ വരുന്ന വാഹനങ്ങളാണ്. ഒന്ന് i20, ഒന്ന് ഫോർഡിൻ്റെ ഫ്രീ സ്റ്റൈൽ എന്ന വാഹനവും. രണ്ടും ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനങ്ങളാണ്. റെഡ് ബ്യൂട്ടിയിൽ നിൽക്കുന്ന വാഹനങ്ങൾ. സാധാരണ അതിൽ റെഡിന് കുറച്ച് ഫാൻ ബേസ് കുറച്ച് കൂടുതലുള്ള കളറാണ് റെഡ്. പക്ഷേ റെഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫ്രീ സ്റ്റൈലിൻ്റെ റെഡ് നമുക്കൊരു ബ്ലഡിൻ്റെ റെഡ് എന്ന് പറയാം. ഇത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള റെഡാണ് i20 വരുന്നത് 2021 മോഡലാണെങ്കിൽ ഫ്രീ സ്റ്റൈലും വരുന്നത് 2021 മോഡലാണ്. രണ്ടും പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനങ്ങളാണ്. i20 2021 മോഡലിൽ നിൽക്കുന്ന വെറും 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന മാഗ്ന എന്ന വേരിയൻ്റാണ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ന്യൂ ഷേപ്പ് i20യുടെ ഈ ഒരു ഡിസൈനാണ്. ഈ ഒരു ബമ്പറിലെ ഒരു ഗ്രില്ലിൻ്റെ ഡിസൈൻ നമുക്കൊരു കൂർത്ത് നിൽക്കുന്ന പോലെ ഒരു എലമെൻറ്റ്സ് വരുന്നു. അതേപോലെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും രണ്ടും അഗ്രഷൻ കിട്ടുന്ന രീതിയിലാണ് ഒരു ഡിസൈൻ പാറ്റേൺ വന്നിട്ടുള്ളത്. പിന്നെ താഴെ ഭാഗത്തൊക്കെ ബമ്പറിൻ്റെ ഭാഗത്തേക്ക് ഒരു ക്രോം എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്ന ഉടനെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് വ്യൂ നമുക്ക് കറക്റ്റായിട്ടൊരു നല്ല പക്ക ഒരു പ്രൗഡി ഫീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു ന്യൂ ജനറേഷനിൽ വരുന്ന വാഹനങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് പതിപ്പ് എന്ന് തന്നെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഹ്യുണ്ടായി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. മാഗ്ന എന്ന വേരിയൻ്റ് ആണെങ്കിൽ പോലും ബേസിക്കലി അത്യാവശ്യം ഏറ്റവും ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ഭംഗി എന്ന് വെച്ചാൽ ഈ റെഡ് കളറിൽ ഈ ഒരു ക്രോം എലമെൻറ്റ്സ് വന്നതോടുകൂടി വാഹനത്തിന് മൊത്തത്തിൽ ആ ഒരു ഫ്രണ്ട് എന്നുള്ള വ്യൂ, അതേപോലെ സൈഡ് പ്രൊഫൈൽ എന്നുള്ള ഒരു വ്യൂ നമുക്ക് ഒരു കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ കിടക്കുകയാണെങ്കിൽ ആ ഒരു വെതർഷിപ്പിൻ്റെ ഭാഗത്ത് ക്രോം എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. റെയിൻ ഗാർഡിനകത്ത് ക്രോം എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ ക്രോമിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ക്രോം എലമെൻറ്റ്സ് കാര്യങ്ങൾ വന്നതോട് വാഹനം നല്ലൊരു ലുക്കിലേക്ക് സൈഡ് പ്രൊഫൈലും ഫ്രണ്ട് വ്യൂവും അതേ ബാക്ക് വ്യൂ എന്നൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. KL07 എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. മാഗ്ന എന്ന് വേണ്ടി അതുകൊണ്ട് 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. നല്ലൊരു ഹൈലൈറ്റ് ന്യൂ ജനറൽ ആയിട്ടുള്ള വാഹനങ്ങൾ വരുന്ന ആ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനം സ്വന്തമാക്കാം 6,55,000 രൂപയ്ക്ക് സർവീസ് വാറണ്ടിയോട് കൂടി ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഓൾമോസ്റ്റ് ഒരു 15,000 മുകൾ ടയർ കണ്ടീഷൻ നിൽക്കുന്നു. 15,000 കൂടുതൽ ടയർ റണ്ണിങ് ചെയ്യാനുള്ള ടയർ ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി ഫ്രീ സ്റ്റൈലിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 മോഡലാണ്. 46,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ടൈറ്റാനിയം പ്ലസ് എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ്. ഇത് മാഗ്ന മിഡിലാണെന്നുണ്ടെങ്കിൽ ഫ്രീ സ്റ്റൈൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. KL41 ആലുവ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. ഡിസൈൻ എനിക്ക് i20 അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതിൽ അത്യാവശ്യം ഒരു വ്യത്യസ്ത രീതിയിൽ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ടൈറ്റാനിയം പ്ലസിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹലോ വീൽസ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ ഫോൾഡിംഗ് വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. അത്യാവശ്യം ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. മൊത്തത്തിൽ വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കാര്യപ്പെട്ട ഡാമേജും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് വൈപ്പർ വന്നിട്ടുണ്ട്, ഡിഫോഗർ വന്നിട്ടുണ്ട്. ആ ഒരു ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കട്ടിങ്ങും കർവിങ് ഡിസൈൻ ഒരു നല്ലൊരു ലുക്ക് തന്നെ നമുക്കൊരു ആ ബാക്ക് പ്രൊഫൈലിൽ നിന്നുള്ള ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാമേജും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഇന്റീരിയർ ഭാഗത്തേക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. കീലെസ് എൻട്രി വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പെട്രോളിൽ നമുക്കൊരു 15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന വാഹനം. ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ ഈ ഒരു ഭാഗത്തേക്ക് ക്യാമറ നമുക്കൊരു ഈ ഒരു സൈഡിൽ നമുക്കൊരു പിന്നെ എന്തെങ്കിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഒളിപ്പിച്ച് വെക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ നമ്മുടെ പണ്ടത്തെ ഒരു കിളിക്കൂട് എന്ന് പറയുന്നത് ഒരു പക്ഷിക്കൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പിന്നെ സ്റ്റോറേജ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണ് ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത് അറിയില്ല. പിന്നെ ആ ഒരു ഡോർ പാഡിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ആ ബ്ലാക്കിനകത്ത് വേറെ ഒരു ഗ്രേ കളർ കൊടുത്തോടുകൂടി ആ ഒരു ഡിസൈനും ചെറിയൊരു മാറ്റം വന്നു. ഒരു ഗ്രേ ബ്ലാക്ക് പിന്നെ ഈ ഒരു കളറിന് എന്താ പേര് പറയുന്നില്ല, അത് വന്നതോടുകൂടി ആ ഒരു ഫിനിഷിങ് ഒരു വൃത്തി ഒരു ക്വാളിറ്റി ഒന്നുകൂടി ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു കാണാൻ നമുക്ക് ഒന്നുകൂടി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,55,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാറണ്ടി സർവീസോട് കൂടി സ്വന്തമാക്കാൻ സാധിക്കും. ഒരു വാഹനത്തിന് 6,55,000 ആണെങ്കിൽ 1,00,000 വ്യത്യാസത്തിൽ സെയിം മോഡൽ 2021 മോഡൽ ഫോർഡ് ഫ്രീ സ്റ്റൈൽ സ്വന്തമാക്കാം 5,55,000 രൂപയ്ക്ക്. അപ്പോൾ 2 പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന 2 റെഡ് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യുക.